നവോത്ഥാന നായകനായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സ്മരണയ്ക്കായി തിരുവനന്തപുരത്ത് പ്രതിമ സ്ഥാപിക്കുന്നതിൽ സർക്കാർ തടസ്സം നിൽക്കുകയാണെന്ന ആരോപണം. സാമൂഹിക മുന്നേറ്റ മുന്നണിയാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. പ്രതിമ സ്ഥാപിക്കുന്നതിനായി മ്യൂസിയം ജംഗ്ഷനിലെ സ്ഥലം സംബന്ധിച്ച സർക്കാർ അട്ടിമറി നീക്കം സമാനതകളില്ലാത്തതാണെന്ന് സാമൂഹിക മുന്നേറ്റ മുന്നണി ആരോപിച്ചു. തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയും PKV സ്മാരകവും ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാന നായകരുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപമുള്ള ഭൂമിയിലാണ് സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായ വേലായുധ പണിക്കരുടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് സാമൂഹിക മുന്നേറ്റ മുന്നണി സ്ഥലം കണ്ടെത്തി നൽകിയത്. ഇതിനാവശ്യമായ രേഖകളും നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്തിമഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ സർക്കാർ അവസാന നിമിഷം തിരിമറി നടത്തിക്കൊണ്ട് സ്ഥലം മറ്റൊരു സർക്കാർ സ്ഥാപനത്തിന് ബിൽഡിംഗ് നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണെന്ന് സാമൂഹിക മുന്നണി നേതാക്കൾ പറഞ്ഞു. ഈ സ്ഥലത്ത് ഒരു കാരണവശാലും ബിൽഡിംഗ് പണിയാൻ പെർമിറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്തതാണ്. കേരള നവോത്ഥാനം തുടങ്ങുന്നത്, കേരള നവോത്ഥാനത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരിൽ നിന്നാണ് തുടങ്ങുന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർക്കിടെ ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായ മുഖ്യമന്ത്രി സാംസ്കാരിക വകുപ്പിന് കത്ത് കൊടുക്കുകയും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തരികയും തരണമെന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക മുന്നേറ്റ മുന്നണി ചെയർമാൻ എന്നുള്ള എനിക്ക് KP അനിൽ ദേവ എനിക്കൊരു ലെറ്റർ തരികയും അർഹമായ സ്ഥലത്ത് സാമൂഹിക മുന്നേറ്റ മുന്നണി മ്യൂസിയം ജംഗ്ഷനിൽ ആ ഏരിയയിൽ പ്രതിമയ്ക്ക് വെക്കാൻ പറ്റി മാത്രം കൊണ്ട് കണ്ടെത്തിയ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം കണ്ടെത്തുകയും സർക്കാർ ഭൂമി കണ്ടെത്തുകയും സർക്കാർ കണ്ടെത്തി ഒരു പ്രതിമ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കാര്യം അതൊരു മ്യൂസിയം ജംഗ്ഷൻ്റെ അകത്ത് ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലങ്ങളാണ്, കാണണം, മനസ്സിലാക്കണം. പക്ഷേ ബിൽഡിംഗ് നിർമ്മാണം എന്ന പേരിൽ ഭൂമി മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് വേലായുധ പണിക്കരുടെ പ്രതിമ അവിടെ വരരുതെന്ന ഉദ്ദേശത്തോടെയാണെന്ന് സാമൂഹിക മുന്നേറ്റ മുന്നണി ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.